വെൽക്കം ബാക്ക് ടു കെരുവ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളോട് വന്നിരിക്കുന്ന ബ്രൊമാൻസിൻ്റെ സിനിമ വന്നേക്കാണ്. 4 മണിക്കത്തെ ഷോ സ്ക്രീൻ 2. അങ്ങനെ ബ്രൊമാൻസിൻ്റെ സിനിമ കണ്ട് വീട്ടിലെത്തി. എങ്ങനെയുണ്ട് പറയാനുണ്ട്, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പിയായി. എനിക്ക് ഒരു കിടിലൻ തിയേറ്റർ അനുഭവം തന്നെയാണ് എനിക്ക് സമ്മാനിച്ചത്. കാരണം ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത ADJ, അതായത് അരുൺ ഡി ജോസ് എന്ന സിനിമ മുന്നത്തെ 2 സിനിമകളെ പോലെ അതിനേക്കാളും അതിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എത്രയും ഗംഭീരമെന്ന് പറയാം. ജോവാൻ ജോ എന്ന സിനിമ എനിക്ക് അത്യാവശ്യം നല്ല ഡീസൻറ്റ് പടമായിട്ട് തോന്നി. അത്യാവശ്യം നല്ല കണ്ടിരിക്കാൻ നല്ലൊരു സിനിമയായിട്ട് തോന്നി. പക്ഷേ 18+ ജേണി ഓഫ് ലവ് എന്ന സിനിമ എനിക്കൊരു ശരാശരി ഒരു എബോവ് ആവറേജ് അത്ര ഒരു ഫീലേ കിട്ടിയുള്ളൂ. ഒരു ജസ്റ്റ് 1 ടൈം വാച്ച് കണ്ടിരിക്കുന്നു. പക്ഷേ ADJയുടെ 3ാമത്തെ സിനിമ സത്യം പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് വർക്കായി പടം. കാരണം ഈ സിനിമ തുടങ്ങി ഒരു ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ കോമഡി ഒക്കെ തുടങ്ങിക്കൊണ്ടിരിക്കണം. ഒരു സത്യം പറഞ്ഞൊരു മൊത്തത്തിലൊരു ഫൺ കോമഡി എൻ്റർടൈനർ എന്ന് പറയാം റൊമാൻസ് എന്ന സിനിമ. എനിക്ക് വളരെയായിട്ട് വർക്കായി ഈ പടം. ഈ സിനിമയിലെ കാസ്റ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. അതുപോലെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ തകർത്തത് 2 പേരാണ്. അതാരൊക്കെയാണ് നിങ്ങൾക്ക് കേൾക്കട്ടെ? വേറെ ആരുമില്ല, നമ്മുടെ പ്രേമലുവിൽ അഭിനയിച്ച നമ്മുടെ അമൽ ഡേവിസായിട്ട് അഭിനയിച്ച നമ്മുടെ ബ്രോയിൽ സംഗീത്. പുള്ളി ഒരു രക്ഷയില്ല. എന്നാ ടൈമിങ് എടുത്ത് എൻ്റെ പൊന്നോ തിരിപ്പിച്ച് ഒരു വഴിയാക്കി തന്നെ. ഒന്നും പറയാനില്ല. പിന്നെ രണ്ടാമത് നമ്മുടെ മഹിമ നമ്പ്യാർ. ചേച്ചി നിങ്ങളുടെ കാസർഗോഡ് സ്ലാങ് വെച്ച് ഒരു രക്ഷയില്ല. കിഡിലും ഞാൻ നിങ്ങൾ കാസർഗോഡ് സ്ലാങ്ങിൽ ഇറക്കിയ ആ സീനും ഞാൻ കിടന്ന് ശരിക്കും ചിരിച്ചു. ഒരു കിഡിലെന്ന് പറയുന്നത്. പിന്നെ ഈ സിനിമയിൽ എല്ലാവരും മാത്യു തോമസും അർജുൻ അശോകനും പിന്നെ നമ്മുടെ ഷാജു ചേട്ടൻ പുള്ളി മാസമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ സിനിമയിൽ അവരുടെ റോൾ നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ലൊരു കിഡിലെ മേക്കിംഗ്, നല്ല ടെക്നിക്കൽ സൈഡ് കൊണ്ട് മികച്ച രീതിയിൽ അവതരിപ്പിച്ച ഒരു ഏറ്റവും പറയുന്നത് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലെ കോമഡിയാണ്. ഈ കോമഡി സിനിമയിൽ വർക്കായിരുന്നെങ്കിൽ പടം പിന്നെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയാം. കാരണം ആ കോമഡിയാണ് ഈ സിനിമയെ ഭൂരിഭാഗം രക്ഷപ്പെടുത്തിയത്. കാരണം എനിക്ക് മൊത്തം ഈ സിനിമ നല്ല രീതിയിൽ വർക്കായി. ഒരു നല്ലൊരു ഫണ്ട് നിറഞ്ഞ് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ചിരിപ്പിച്ച ആദ്യ പകുതി, അതിനേക്കാളേത് കോമഡി നിറച്ച് ചിരിപ്പിച്ച് വേറെ ലെവലാക്കിയ 2ാം പകുതി. പിന്നെ ക്ലൈമാക്സിൽ ഉള്ള ഫൈറ്റ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. എല്ലാവരും നമ്മളോട് അതിൻ്റെ ഇടയ്ക്കുള്ള കോമഡി സീൻസൊക്കെ എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് കോമഡി എൻ്റർടൈനർ എന്ന് പറയാം. പിന്നെ ഈ സിനിമ കണ്ടിട്ട് ചിലപ്പോൾ ഈ പടം വർക്കാവുന്നില്ല എന്നൊക്കെ ഇഷ്ടമായില്ല എന്ന് പറയും. പക്ഷെ എനിക്ക് പേഴ്സണലി ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഓപ്പണായിട്ട് ഞാൻ പറയുകയാണ്. എനിക്ക് ഈ സിനിമ ഒരു തിയേറ്ററിൽ നിന്ന് മസ്റ്റായിട്ട് കൂട്ടുകാരായിട്ട് അല്ലെങ്കിൽ ഫാമിലിയായിട്ട് പോയി മസ്റ്റായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു പടമായിട്ട് തന്നെ പറയാം. ഇനി ഈ സിനിമയുടെ നല്ല ക്വാളിറ്റി ലെവൽ മേക്കിങ്, എനിക്ക് ചില സമയത്ത് എൻ്റെ ക്വാളിറ്റി ലെവൽ മേക്കിങ് കണ്ടിട്ടേ തല്ലുമാല വൈബൊക്കെ ഫീൽ ചെയ്തു. പക്ഷെ തല്ലുമാല വെച്ച് നോക്കുമ്പോൾ ഈ പടം അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ക്വാളിറ്റി ലെവൽ എനിക്ക് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തല്ലുമാല ഒരു വൈബ് ഫീൽ ചെയ്തു. കാരണം ഈ സിനിമയുടെ പ്രൊഡ്യൂസ് ചെയ്ത ആഷിഖ് ഉസ്മാൻ, തല്ലുമാല എന്ന സിനിമയുടെ പ്രൊഡ്യൂസറായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ആ ഒരു പെർഫെക്റ്റ് ലെവൽ ക്വാളിറ്റിയിൽ സിനിമ എനിക്ക് നന്നായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ സിനിമ 2.25 മണിക്കൂർ തിയേറ്ററിൽ കിടന്ന് എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. എനിക്ക് സത്യം പറഞ്ഞ ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ എന്തല്ലേ ഇത് ഇത്രയും പ്രത്യേകിച്ച് സംഗീതം നിങ്ങൾ എനിക്കൊന്നും പറയാനില്ല. നിങ്ങളിത് കേൾക്കാൻ വേണ്ടിയിട്ട് കൂടി പറയാം. നിങ്ങളിത് ഈ വീഡിയോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയാം, നിങ്ങളൊരു രക്ഷയില്ല. ഇനി ഇതുപോലത്തെ ഗംഭീരമായ ഒരു റോള് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് പ്രേമലു 2 എന്ന സിനിമ ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. കാരണം കഴിഞ്ഞ വർഷം പ്രേമലു സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇപ്പോൾ ഈ സിനിമയും അതുപോലെ എൻജോയ് ഒരിക്കലും നിരാശപ്പെടുത്തിയില്ല. വീണ്ടും ആ പ്രേമലു കോമ്പോവും പിന്നെ ഈ ADJ എന്ന ഡയറക്ടറിൻ്റെ മുന്നത്തെ സിനിമയിൽ അഭിനയിച്ച പല താരങ്ങളിൽ വെച്ചൊരു എല്ലാം കൊണ്ട് ഒരു പെർഫെക്റ്റ് രീതിയിൽ എല്ലാം കൊണ്ട് ഒരു മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മസ്റ്റ് കോമഡി പടമാണ്.
ഒരു മസ്റ്റ് ആയിട്ട് തന്നെ പോയി തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന പടമാണ്. പിന്നെ ഇത് ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല, കാരണം ഇത് ഇത്തിരി യൂത്തിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഒരുക്കി വെച്ചതായതുകൊണ്ട് ചലനത്തിന് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങളത് വൺ മൈൻഡ് ഇറ്റ്. എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു, എനിക്കിത് ഇഷ്ടപ്പെട്ടു. ബ്രോമാൻസ് എന്ന സിനിമ മൊത്തത്തിൽ ഇത് തിയേറ്ററിൽ കണ്ടതിന് ശേഷം വളരെ സന്തോഷത്തോടെ കൊണ്ട് നിറഞ്ഞു വന്നു. കാരണം പിന്നെ ഈ സിനിമയുടെ BGM മ്യൂസിക്കൊക്കെ എല്ലാം കൊണ്ടും അടിപൊളി ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും എനിക്ക് പോസിറ്റീവായിട്ടാണ് കൂടുതൽ പറയാനുള്ളത്. പിന്നെ ഈ സിനിമയിൽ കയറുന്ന ആൾക്കാരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഇത് നിങ്ങളൊരു തീരെ വലിയ പ്രതീക്ഷ കൊടുക്കാതെ തന്നെ വളരെ കൂൾ മൈൻഡോടെ ഒരു സാധാ കോമഡി പടം ഒന്ന് പ്രതീക്ഷിച്ച് കയറി കാരണം നിങ്ങൾക്ക് ഉറപ്പായിട്ട് പടം മറക്കാവും. അത്രേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഈ സിനിമ ഒരു സ്ക്രിപ്റ്റ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ബെറ്റർ സ്ക്രിപ്റ്റ് ഒക്കെ തന്നെയാണെങ്കിലും അങ്ങനെ ചെറിയ കുറവൊന്നും തോന്നിപ്പിക്കാത്ത രീതിയിൽ ലെവലിൽ മേക്കിംഗ് ആണ് ഈ സിനിമയുടെ ഡയറക്ടർ നന്നായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രേ ഉള്ളൂ. ബ്രോമാൻസ് എന്ന സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5ൽ 4.5. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരാം. അതുവരെയും